നമസ്തേ, കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ അസൂയയുടെ അവസാനം. അസൂയയില്ലാത്ത മനുഷ്യർ വളരെ കുറവാട്ടോ, പറയാതെ വയ്യ. ഇത്തിരി അസൂയ എവിടെയെങ്കിലും മനസ്സിൽ എല്ലാവർക്കും ഉണ്ടാവും. എവിടെയാണെന്ന് അത് വെച്ച് കിട്ടുക എന്ന് മാത്രം അറിയില്ല. ഇതൊരു ചൈനീസ് നാടൻ കഥയാണ് കേട്ടോ. സിയാങ് എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് ചൈനയിൽ. ആ ഗ്രാമത്തിൽ ധാരാളം കൃഷിക്കാരൊക്കെ തിങ്ങിപ്പറക്കുന്ന സ്ഥലമാണ്. കൃഷിക്കാരാണ് അവിടുത്തെ കൂടുതൽ പേരും. അവിടെ 2 കൃഷിക്കാരുണ്ട്. അവർ കൂട്ടുകാരാണെന്നാണ് അവരുടെ അഭിനയം. സത്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കുശുമ്പ, കുന്നായ്മ, കുനിഷ്ഠ, അസൂയാണ് അവർക്ക്. എന്താ, ഒരാൾ ചിങ്, ഒരാൾ മിയാങ്. അപ്പം ചിങ്ങിനാണ് എപ്പോഴും, 2 ആൾക്കും കുറേ കൃഷിഭൂമിയുണ്ട്. അവിടെ അത്യധ്വാനം ചെയ്ത് കൃഷി ചെയ്യും. ചിങ്ങിനാണ് എപ്പോഴും വിളവ് കൂടുതൽ കിട്ടുക. അതിൽ നല്ല സന്തോഷമുണ്ട് കേട്ടോ. മിയാങ് എത്ര ശ്രമിച്ചാലുണ്ട്, എന്നെ വെട്ടിക്കാൻ പോകണം, ഞാനല്ലേ നല്ല കൃഷിക്കാരൻ, എൻ്റെ കൃഷിസ്ഥലത്തുണ്ടാകുന്ന അത്ര വിളവൊന്നും ഉണ്ടാക്കാൻ മിയാങ് വിചാരിച്ചാൽ സാധിക്കില്ല. ഇതാ ചിങ്ങിൻ്റെ വിചാരം. അതേസമയത്ത് മിയാങ്ങിൻ്റെ വിചാരം എന്താ, ഞാൻ നല്ലോണം അധ്വാനിക്കണമൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് ചിങ്ങിനെ അങ്ങോട്ട് വെട്ടിച്ച് കൂടുതൽ വിളവുണ്ടാക്കാനൊട്ട് പറ്റണമില്ല. എന്തായാലും വിളവ് കിട്ടുന്നുണ്ടല്ലോ, അധ്വാനിക്കണതിനുള്ള വിളവ് കിട്ടുന്നുണ്ടല്ലോ എന്ന് കരുതി സംതൃപ്തനായിട്ട് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കും. ഒരു തവണ ഒരു അത്ഭുതം സംഭവിച്ചു. എന്താണെന്നല്ലേ അത്ഭുതം? 2 ആൾക്കും പാടത്ത് കൊയ്ത്തൊക്കെ കഴിഞ്ഞു. വിളവ് അളന്നു നോക്കിക്കഴിഞ്ഞപ്പോൾ അത്തവണ എപ്പോഴും 1-ാം സ്ഥാനത്ത് നിൽക്കണത് ചിങ്ങാണ് കേട്ടോ. അത്തവണ എന്തിനു പറയണു, ചിങ്ങിനേക്കാളും കുറച്ച് കൂടുതൽ വിളവ് മിയാങ്ങിന് കിട്ടിയെങ്കിലോ. ചിങ്ങിൻ്റെ പാട്ടും ബാബയ്ക്ക് അങ്ങോട്ട് മാറിയില്ലേ. ഇവൻ എന്നെ വെട്ടിച്ചോ, എന്നെക്കാളും നല്ല കൃഷിക്കാരനായോ ഇവന് ഞാനുണ്ടാക്കണേലും കൂടുതൽ വിളവുണ്ടാക്കാൻ പറ്റുമോ? കഷ്ടമായിപ്പോയി. എന്താണ് ഇതിൻ്റെ രഹസ്യം എന്നറിയാൻ വേണ്ടിയിട്ട് കൂട്ടുകൂടി മിയാങ്ങിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, അതെ ചങ്ങാതി, ഇത്തവണ നിനക്കാണല്ലോ വിളവ് കൂടുതൽ കിട്ടി, നീ എന്ത് സൂത്രാടാ പ്രയോഗിച്ചേ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ചങ്ങാതി എന്ത് സൂത്രം, കൂടുതൽ അധ്വാനിച്ചു, കൂടുതൽ വിളവ് കിട്ടി, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. ചിങ്ങൻ അത്ര സമാധാനം, ആ മറുപടി അത്ര ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ ഒരു വിളവ് കൂടുതലുണ്ടാക്കിയിട്ട് എന്ത് സൂത്രാന്ന് എന്നോട് പറഞ്ഞില്ല, കൂടുതൽ അധ്വാനിച്ചാൽ കൂടുതൽ വിളവ് കിട്ടുമോ, ചുമ്മാ പറയണത്. ഇപ്പം എന്നെ ഏതാണ്ട് സൂത്രം കാണിച്ചിട്ടുണ്ട്, അത് വേണം. അടുത്ത തവണ കൃഷി ഇറക്കുമ്പോൾ കൃഷിയുടെ വരവ് കണ്ടപ്പോൾ മിയാങ്ങിന് ഉത്സാഹമായി. മിയാവ് കുറച്ചും കൂടെ കൂടുതൽ അധ്വാനിച്ചു, കൂടുതൽ നല്ല വിളവ് കിട്ടുമെന്ന് കൃഷി കണ്ടപ്പോഴേ തന്നെ ചിങ്ങിന് തോന്നി, ഇത്തവണ ഇവൻ എന്നെ പറ്റിക്കുമോ, എന്നെക്കാളും കൂടുതൽ വിളവുണ്ടാക്കുമോ, അതൊന്ന് കാണണം എനിക്ക്, എന്നെ പണി ഞാൻ കണ്ടുവച്ചിട്ടുണ്ടടാ എന്ന് കരുതി ഒരു ദിവസം വിളവെടുക്കാറായിരിക്കുന്ന ആ പാടവയലിൽ കൂടെ പോയിട്ട് ആരും അറിയാത്ത കണ്ട് ഒരു എണ്ണയിൽ മുക്കിയൊരു തുണിയും കൊണ്ട് ചിങ്ങ അങ്ങോട്ട് പോയി. എന്നിട്ട് എന്താ, ഈ വയലിൽ ഒരു സ്ഥലത്ത് ആ തുണി അങ്ങോട്ട് വച്ചിട്ട് ഒരു തീപ്പെട്ടി അരച്ച് ആ തുണിക്ക് അങ്ങോട്ട് തീ കൊടുത്തിട്ട് ഓട്ടിപ്പോയി, ആരും കാണാണ്ട്. വെളിച്ചാവുന്നതിന് മുമ്പേക്ക് വെളിച്ചം പരക്കും മുമ്പ് ഓട്ടി ഇരുട്ടിൽ മറന്നു. പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോഴെന്താ, മിയാങ്ങിൻ്റെ പാടം മുഴുവൻ കത്തി നശിച്ചു പോയി. ജാത്തൊന്നും കൃഷിക്ക് കിട്ടിയില്ല. എല്ലാവരും അയ്യോ കഷ്ടമായി കേട്ടോ, എത്ര അധ്വാനിച്ചതാ മിയാങ്, പാവ കഷ്ടമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അതേസമയം ചിയാങ്ജെന്ന് പറഞ്ഞു, കഷ്ടമായിട്ടോ, നിൻ്റെ പാടം മുഴുവൻ കത്തിപ്പോയില്ലോ. ആരാണാവോ, ഏത് ദുഷ്ടനാണാവോ ഈ പണി ചെയ്തതെന്ന് കാണുന്നവരൊക്കെ പറയുകയും ചെയ്തു. പിന്നത്തെ തവണ കൃഷി ഇറക്കേണ്ട സമയമായപ്പോൾ എന്തുണ്ടായി, മിയാങ്ങിന് കൃഷി ഇറക്കിയില്ല. മുഴുവൻ കത്തി വെണ്ണൂറായി കിടക്കുകയല്ലേ, ഇനി എന്തൊന്നും കൃഷി ഇറക്കണേ, ഒന്നും ചെയ്തില്ല. അവിടെ ഇട്ടു, അങ്ങനെ തന്നെ ഇട്ടു. ചിങ്ങ് നന്നായേ ഉള്ളൂ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അവനൊരു വിളവും ഇല്ലല്ലോ, ഒരു കൃഷിയില്ല, ഒരു വിളവുമില്ല. ചിങ്ങ് വളരെ ഭംഗിയായിട്ട് കൃഷി ചെയ്തു, അധ്വാനിച്ചു, നല്ല വിളവും കിട്ടി. അത് കഴിഞ്ഞ് പിന്നത്തെ തവണ
കൃഷി ഇറക്കേണ്ട സമയമായപ്പോൾ ഈ കത്തി കിടക്കുന്ന പാടഭാഗങ്ങളൊക്കെ കൃഷി സ്ഥലങ്ങളൊക്കെ കൊത്തി നിരപ്പാക്കി വെള്ളം നനച്ച് വീണ്ടും മിയാങ് കൃഷി ചെയ്തു. കൃഷിയൊക്കെ നല്ലതായിട്ട് വന്നു. നല്ല കരുത്തിൽ കൃഷി വന്ന വെള്ളം നനച്ച് വളമൊക്കെ ആയി വിളവെടുക്കേണ്ട സമയമായി. അത്തവണ വിളവെടുത്തപ്പോൾ ചിങ്ങിനേക്കാളും വളരെ കൂടിയ വിളവ് മിയാങ്ങിന് കിട്ടി. അപ്പം ചിങ്ങ് പറഞ്ഞു, ഇത്തവണ എന്നെക്കാളും കൂടുതൽ വിളവ് കിട്ടിയില്ലോ, എന്ത് സൂത്രമാണ് അവൻ ചെയ്തേ? ഉടൻ തന്നെ മിങ്ങിനോട് പോയി ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് മിയാൻ്റെ അടുത്ത് ചോദിച്ചു, എടാ നീ എന്ത് പണിയാണ് ചെയ്തേ? എന്താ നീ സൂത്രം ചെയ്തതെന്ന് പറ. നിൻ്റെ കൃഷി ഇത്തവണ നല്ല ഒന്നാന്തരം കൃഷി ചെയ്യില്ലോ, എന്നെക്കാളൊക്കെ വളരെ കൂടുതൽ വിളവ് നിനക്ക് ലഭിച്ചുല്ലോ എന്ന് പറ. അതോ ചങ്ങാതി, ഞാൻ പറയട്ടെ, കഴിഞ്ഞ തവണ ഞാൻ കൃഷി ചെയ്തപ്പോൾ ഏതോ ഒരു ദുഷ്ടൻ എൻ്റെ കൃഷിസ്ഥലത്ത് തീ വെച്ചു. എൻ്റെ കൃഷി മുഴുവൻ കത്തി നശിച്ചു പോയി, വെണ്ണീറായി പോയത് നീ കണ്ടില്ലേ? കത്തി വെണ്ണീറായി പോയില്ലേ? ആ വെണ്ണീർ അവിടെ തന്നെ കിടന്നു. മഴ പെയ്തു, മണ്ണിൽ അലിഞ്ഞു ചേർന്നു വെണ്ണീർ, പിന്നെ അവിടെ കിടന്നു. അങ്ങനെ ഒരു കൃഷി ഞാൻ ചെയ്യാതെ കണ്ടായപ്പോൾ ആ വെണ്ണീർ മുഴുവൻ മണ്ണിനോട് അലിഞ്ഞു ചേർന്നു. ഇത്തവണത്തെ കൃഷിക്ക് എനിക്ക് വളമായത് ആ കത്തിപ്പോയ കൃഷിസ്ഥലത്ത് ഉണ്ടായിരുന്ന കത്തി നശിച്ചു പോയ ആ ആ വെണ്ണീറാകുന്ന ആ വളം കൊണ്ടാണ് എനിക്ക് ഇത്തവണ നല്ല വിളവ് കിട്ടിയത്. ഏത് ദുഷ്ടനായാലും വേണ്ടില്ല, എൻ്റെ കൃഷിസ്ഥലത്തിന് തീ വച്ച ആ ദുഷ്ടൻ ചെയ്തത് എനിക്ക് ഉപകാരമായി എന്നങ്ങോട്ട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ചിമ്മിന്, നീ എനിക്കിട്ട് പണിതതാ, ഞാനാ തീ വെച്ചെന്ന് അറിഞ്ഞു നട്ടില്ല, എന്നാൽ ഇവനെന്നെ ദുഷ്ടന്നല്ലേ വിളിച്ചേ, കാണിച്ചു തരാടാ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് രണ്ടുപേരും രണ്ടു വഴിക്ക് അങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ അസൂയ കൊണ്ട് ചെന്ന് എത്തിയത് എവിടെയാ? അസൂയ കൊണ്ടൊന്നും വിജയിക്കാൻ പോണില്ല, അധ്വാനം കൊണ്ടേ വിജയിക്കുള്ളൂ. ഇവിടെ മിയാങ് വിജയിച്ചത് അങ്ങനെയാണ്. കൂടുതൽ അധ്വാനിച്ചു, കൂടുതൽ വളപ്രയോഗം ചെയ്തു, അപ്പോൾ കൂടുതൽ വിളവ് ലഭിച്ചു. ഇതാണ് ഇന്നത്തെ കഥ. ഇതുവഴി വന്നാലും അസൂയയുടെ അവസാനം. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി.